നീ അമ്മാവനാണോ വിളിച്ചത്? എന്താ അമ്മാവനായിട്ടുള്ള ഇടപാട്? ഇതിപ്പോ ഇടയ്ക്കിടയ്ക്ക് അമ്മാവനെ വിളിക്കുന്നുണ്ടല്ലോ. വിളിക്കുമ്പോഴൊക്കെ ചൂടാവുന്നുണ്ട്. എങ്ങനെ ചൂടാവാതിരിക്കും? അങ്ങേരല്ലേ ഈ ബന്ധം നടത്തിയത്. ലക്ഷ്മിക്കൊപ്പം എന്നെ ഈ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത് ഉണ്ണിയേട്ടന്റെ അമ്മാവനല്ലേ. അതുകൊണ്ട് എനിക്ക് അയാളോട് തീർത്താ തീരാത്ത ദേഷ്യമുണ്ട്. അങ്ങേരെ ഒറ്റൊരുത്തനാ ഇപ്പൊ ഞാൻ ഇവിടെ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടാനുള്ള കാരണം. അതിന്റെ കാരണം നീ തന്നെ കരണേ. ഇവിടെയുള്ളവർ ഓരോന്ന് പറയുമ്പോ അതൊക്കെ നീ ചെയ്യേണ്ട കാര്യം എന്താ? എന്തിനാ അടിമ പോലെ ജീവിക്കുന്നേ? ഇവിടുന്ന് പോയാലും നിനക്ക് ആർഭാടമായി ജീവിക്കാനുള്ള മുതലുണ്ടെന്ന് നീ തന്നെയല്ലേ ഏത് നേരവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള നീ വ്യക്തമായൊരു കാരണമില്ലാതെ ഈ രീതിയിൽ ഇവിടെ കിടന്ന് കഷ്ടപ്പെടില്ല. നിന്നെ നിന്റെ ചേച്ചിയും കണ്ണേണ്ടും കൂടെ എന്തോ പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ട്. എന്നെ ആരും ബ്ലാക്ക്മെയിൽ ഒന്നും ചെയ്തിട്ടില്ല. എന്റെ അച്ഛനുൾപ്പെടെ ഒരുപാട് പേർക്ക് ഇപ്പൊ തിരിച്ചടി ഉണ്ടായി. അതുകൊണ്ട് ഇനി ആരോടും ഞാൻ മത്സരത്തിനില്ല. ആയിക്കോട്ടെ, അതിന് നീ വീട്ടിലെ പണിയൊക്കെ എടുക്കേണ്ട കാര്യം എന്താ? അറിയാത്ത പണി നീ ഇപ്പൊ പഠിച്ചു ചെയ്യുമല്ലേ? നാളെ നമ്മള് വീട് മാറി താമസിക്കുവാണെങ്കിൽ ഇതൊക്കെ ഞാൻ ചെയ്യണ്ടേ? അല്ലാതെ നിങ്ങൾ അടുക്കളയിൽ കയറത്തില്ലല്ലോ. എനിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. നിന്നെ അലട്ടുന്ന ഒരു സംഭവം ഇതിനിടയ്ക്ക് സംഭവിച്ചു കഴിഞ്ഞു. നീ അടുത്ത ദിവസം അമ്മാവന്റെ വീട്ടിലോട്ട് പോയത് നിനക്ക് പൈസ കിട്ടുമെന്ന് പറഞ്ഞ, എന്നിട്ട് ഒന്നും കിട്ടാൻ നീ തിരിച്ചു വരികയും ചെയ്തു. പിശുക്കനായ അമ്മാവൻ ഏത് വകുപ്പിലാണ് നിനക്ക് പൈസ തരുന്നതെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. ഓരോന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ മിടുക്കനല്ലേ? അതിന്റെ കാരണം കണ്ടുപിടിക്ക്. എന്തായാലും എന്റെ നാവിൽ നിന്ന് ഇതിനുള്ള ഉത്തരവൊന്നും കിട്ടാൻ പോകുന്നില്ല. ഏഴാം മാസം കഴിഞ്ഞ പിന്നെ തനിക്ക് അമ്പലത്തിൽ കയറാൻ പാടില്ലെന്ന് എനിക്കറിയില്ലല്ലോ. ഏതായാലും ഞാൻ പോവാൻ തീരുമാനിച്ചല്ലേ, അതുകൊണ്ട് ഇനി ആനന്ദനെ കൂട്ടി പോവാന്ന് കരുതി. പിന്നെ ഞാൻ പറഞ്ഞ വഴിപാടൊക്കെ നടത്തണേ കണ്ണേട്ടാ. അത് താൻ പറഞ്ഞില്ലെങ്കിലും ഞാൻ നടത്തും. ആ അമ്പലത്തിലെ പൂജാരി നല്ല ആളാ. അയാള് നമുക്കൊപ്പം നിൽക്കുന്ന കൂട്ടത്തിലാ. അദ്ദേഹം സത്യസന്ധമായി ദൈവത്തെ സേവിക്കുന്ന ഒരാളാ. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാ കുഞ്ഞിന്റെ ചോറൂണ് അവിടെ ആക്കിയാലോ? അതൊക്കെ തന്റെ ഇഷ്ടം. അങ്ങനെ മനസ്സിൽ സങ്കല്പിച്ചെങ്കില് അതിന് മാറ്റണ്ട. അതിന് ദോഷങ്ങൾ എപ്പോഴും ഒഴിഞ്ഞു പോയിന്ന് പറയാൻ പറ്റില്ല കണ്ണേട്ടാ. പലരും പല സ്ഥലത്തിരുന്ന് ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് കരുണയുടെ അച്ഛനും കണ്ണേട്ടന്റെ അമ്മാവനും ഒക്കെ. എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ നോക്കിയിട്ട് അമ്മാവന് കിട്ടിയ തല്ലാണല്ലോ. അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുക. പണത്തിന്റെ ആവശ്യമുണ്ട് അങ്ങേർക്ക്. എന്താ ആവശ്യം? അയാൾക്കും അയാളുടെ മോനും കൃത്യമായി ശമ്പളം കൊടുക്കുന്നില്ലേ? ഒരു പൈസ പോലും കുറയാതെ. പിന്നെ എന്തിനാ ഇങ്ങനെ അത്യാഗ്രഹം പിടിച്ച് ഓടുന്നേ? കൺസ്ട്രക്ഷൻ കമ്പനിയിലുള്ള സമയത്ത് പിൻവാതിലിലൂടെ ഒരുപാട് പൈസ സമ്പാദിച്ചതല്ലേ. അങ്ങനെ സമ്പാദിച്ചവർക്ക് അത് നഷ്ടപ്പെടുന്നത് സഹിക്കാൻ പറ്റില്ല. ആ, ഞാൻ ഏതായാലും പോയിട്ട് വരാം. നീ ഇവിടെ നിൽക്കായിരുന്നോ? ഞാനും കണ്ണേട്ടനും കൂടെ സംസാരിച്ചതൊക്കെ നീ കേട്ടോ? ഞാനിപ്പോ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. അല്ല, ഇനി കേട്ടാലും കുഴപ്പമൊന്നുമില്ല. നീ കേൾക്കാൻ പാടില്ലാത്തൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഏതായാലും പണി നടക്കട്ടെ. ഒരു ചാർട്ട് ഞാൻ തയ്യാറാക്കി തന്നിട്ടുണ്ടല്ലോ.
അതനുസരിച്ച് വേണം പോവാൻ. ഉച്ചയ്ക്ക് ആഹാരം കഴിച്ച ശേഷം 1-2 മണിക്കൂർ വിശ്രമിച്ചോ. അത് കഴിഞ്ഞാൽ നേരെ അടുക്കളയിൽ കയറി വൈകുന്നേരത്തേക്കുള്ള ചായ ഉണ്ടാക്കണം.